കോൺഗ്രസിലെ കെ മുരളീധരന് ഇപ്പോൾ സ്ഥാനമാനങ്ങളില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥ തന്നെ തുടരുമോ? മുരളി അടുത്ത ഇലക്ഷന് സീറ്റ് വേണ്ടെന്നുള്ളതാണ്. പക്ഷെ പാർട്ടി നിർബന്ധിച്ച ചിലപ്പോൾ മുരളിയോടെ മത്സരിക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നുണ്ട്. മുരളി തന്നെ ഞാൻ പേഴ്സണലി നോക്കുമ്പോൾ അങ്ങനെ പഴയ മുരളി തന്നെ അല്ല ഇപ്പോഴത്തെ മുരളീധരൻ. കാലം മുരളീധരൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അനുഭവം മുരളീധരൻ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ പി ജയരാജനെ പറ്റിയിട്ട് CPM ഇടയിൽ പറയുന്ന പോലെയാണ് ഇപ്പോൾ മുരളീധരൻ. CPM നേതാക്കന്മാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയരാജന് ചിലപ്പോൾ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നേതാക്കന്മാർക്ക് ചോദിച്ചാൽ, പക്ഷെ അണികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ജയരാജൻ ഒരു തരംഗമാണ്. അതുപോലെ കെ മുരളീധരനെ പക്ഷേ നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയും, അവർക്ക് പേടിയാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ കെ മുരളീധരന് വലിയ പ്രതീക്ഷയുണ്ട്. മുരളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽ അവർക്കുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് മുരളീനൊരു വിശ്വാസമുണ്ട്. മുരളി ഇവിടെ വന്ന് മത്സരിച്ചുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ തോറ്റത്. അപ്പോൾ കുമ്മനത്തെ തോൽപ്പിച്ച ആളുകളുടെ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ RSSനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന ഒരു ഫീലുമുണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ. അപ്പോൾ ഇതൊക്കെ മുരളീധരന് അനുകൂലമായ ഫാക്ടറാണ്. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് എന്താണ് തീരുമാനിക്കുന്നത്? വേണുഗോപാലല്ലേ. ഈ വേണുഗോപാൽ കണ്ട് കെ മുരളീധരൻ തന്നെ കാറിൻ്റെ ഡോർ ഒന്നോടത്തൊടിയുന്ന ആളാണ്. അപ്പം അടിയാളൻ മേലാളനാകുമ്പോൾ മേലാളൻ്റെ ഒരു ഈഗോസ് വർക്ക് ചെയ്യല്ലോ. അത് മുരളീധരൻ്റെ കാര്യത്തിലുണ്ട്. അത് മുരളി തന്നെ പറയുണ്ടായി. ഇപ്പം പാലക്കാട് ഒരു പക്ഷേ ഈ ഷാഫി വാശി പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സ്ഥാനാർത്ഥിയാകെ കെ മുരളീധരൻ ഉണ്ടായിരുന്നു. മുരളീധരൻ ജയിക്കുകയും ചെയ്യും. കാരണം അവിടെ ഈ മുസ്ലിം കോൺഗ്രസിൻ്റെ ബ്രാഹ്മൺസിനും നായർസിനും ഒന്നും മുരളി ഒരു എന്താ പറയുക തൊട്ടുകൂടാത്ത ആളല്ല. RSS അവിടെ വോട്ട് മറിക്കില്ല. കാരണം അവിടെ A ക്ലാസ് മണ്ഡലമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ തൃശ്ശൂർ പോയി മത്സരിക്കുമെന്ന് പറഞ്ഞവൻ തന്നെ പാര വെച്ചു എന്നാണ് മുരളി പറഞ്ഞത്. പറഞ്ഞവൻ്റെ പേരാരും പറഞ്ഞില്ല. പക്ഷേ നമുക്ക് ഏതാണ്ട് ഗസ് ചെയ്യാൻ പറ്റും ആരായിരിക്കും. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മുരളിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ തൃശ്ശൂർ പോയി മത്സരിക്കുമെന്ന് പറഞ്ഞവൻ തന്നെ പാര വെച്ചു എന്നാണ്. മുരളീധരനെ ആണെങ്കിൽ ഇനിയിപ്പോൾ പണ്ടത്തെ മുരളിയാണെങ്കിൽ ഇതൊക്കെ വിളിച്ചു പോയി. ഇപ്പം മുരളി അങ്ങനെ വിളിച്ചു പോയിരുന്ന ആളുകളല്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് മുരളീധരന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ മുരളിക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നുള്ള വിഷയം അല്ല. അത് വളരെ സുരക്ഷിതമായ മണ്ഡലം കൊടുക്കുമോ എന്നുള്ളതാണ് സംശയം. സുരക്ഷിതൊന്നും ഇവർ കൊടുക്കില്ല. ഫൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന മണ്ഡലേ കൊടുക്കും. ഇപ്പോൾ വട്ടിയൂർക്കാവ് വളരെ സുരക്ഷിതമായിട്ട് മണ്ഡലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കൈവിട്ടുപോയി. അതാകുമ്പോൾ നല്ല മത്സരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർ വട്ടിയൂർക്കാവ് പറഞ്ഞവർ വട്ടിയൂർക്കാവുകാരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായി പറഞ്ഞത്. കഴിഞ്ഞ തവണ വീണാ നായർ വട്ടിയൂർക്കാവുകാരി എന്നെ ദേവന്മാർ വോട്ട് ചെയ്യാൻ. അപ്പം ഇത്തവണ ഇങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് ഇയാളെപ്പോലെ തന്നെ അവിടെ ജനകീയനാണ് പ്രശാന്ത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാൽ അവിടെ എനിക്ക് കൃഷ്ണകുമാറായിരിക്കും BJP സ്ഥാനത്ത്. അയാൾ വട്ടിയൂർക്കാവ് തന്നെയാണ്. അപ്പോൾ അവിടെ നല്ല മത്സരമായിരിക്കും. പക്ഷെ നല്ല മത്സരമാണെങ്കിൽ മുരളിയാകുമ്പോൾ മുരളിയിലെ കുറച്ച് ആളുകൾ ഇഷ്ടമാണ്. പിന്നെ തിരുവനന്തപുരമാണ് ആര് അധികാരത്തിൽ വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് തിരുവനന്തപുരം വോട്ട് ചെയ്യും. തിരുവനന്തപുരവും കൊല്ലവും അങ്ങനെയാണ് എപ്പോഴും. തിരുവനന്തപുരം കൊല്ലപ്പം മാറി തൃശ്ശൂരാണിപ്പോൾ. കൊല്ലപ്പം ഏതാണ്ട് LDFന്റെ കോട്ടയാണ്. ഇപ്പം തൃശ്ശൂരും തിരുവനന്തപുരമാണ്. പക്ഷേ മുരളീധരന് ഈ ലീഗിന് സ്വാധീനമുള്ള ഇടങ്ങളിലേക്ക് പോയി മത്സരിക്കാനാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇപ്പം ഗുരുവായൂർ പോലുള്ള മണ്ഡലത്തിൽ അതാകുമ്പോൾ സേഫ് ആണല്ലോ. ഗുരുവായൂർ മൂപ്പർക്ക് ലോക്സഭാ ഇലക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മൂപ്പര് മുമ്പ് ലീഗിന്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് ബാലുശ്ശേരിൻ്റെ അടുത്തുള്ള കൊടുവള്ളി മത്സരിച്ചാണ്. അങ്ങനെയാണ് റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗാൻ ഒരു ഭാവി ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ ജീവിതം കൊടുത്തത് മുരളിയാണ്. കാരണം മുരളീനെ വലിച്ചു. അപ്പം ലീഗ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞാപ്പനെ തന്നെ ലീഗുകാർ തോൽപ്പിച്ചിട്ടുണ്ട്. അത് കുറ്റിപ്പുറത്ത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും അന്നത്തെ ഒരു സാധനം മാത്രമല്ല. ഗുരുവായൂർ മുസ്ലിം വോട്ട് അത്രയും കിട്ടിയ കാര്യമില്ല. ഹിന്ദു വോട്ട് ഇട്ടല്ലേ. അവിടെ വിൻസെന്റ് ഒക്കെ അല്ലേ. വിൻസെന്റിനെ പറ്റിയൊക്കെ പൽമജ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലേ. പ്രധാനമൊക്കെ അല്ലേ. കെ മുരളീധരൻ എന്നുള്ള രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്ന ഇന്ദിരാഗാന്ധിയുടെ മോസ്റ്റ് ഫേവറേറ്റ് ലീഡർ, അയാളുടെ മോള് തൃശ്ശൂർ ഇലക്ഷന് മത്സരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ 4-1 ശേഷിയില്ലാത്ത പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയും തൃശ്ശൂർ വന്നപ്പോൾ അവരെ കൂടെ ജീപ്പ് കയറ്റാൻ വേണ്ടി 10 ലക്ഷമാണ് കൊടുക്കേണ്ടി വന്നതെന്നാണ് പത്മജ പറഞ്ഞത്. അന്ന് കെ മുരളീധരനും അതുപോലെ തന്നെ പിന്നെ കരുണാകരനും ഒക്കെ ഇന്ദിരാജിയുടെ കൂടെയും രാജീവ്ജിയുടെ കൂടെയൊക്കെ ഇരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ
ആ വേദീൻ്റെ 4 അയലത്തില്ലാത്ത അപ്പുറത്ത് ഏതോ ചായക്കടയിൽ ഇരുന്നുകൊണ്ട് കട്ടൻ ചായ കുടിച്ചവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അതുപോലെ കെ മുരളീധരൻ കെ കരുണാകരൻ രാഷ്ട്രീയത്തെ കൈപിടിച്ചുകൊണ്ട ആളാണ് ആര്, അവിടുത്തെ തൃശ്ശൂർ ഒരു ഐ ഗ്രൂപ്പ് നേതാവുണ്ടല്ലോ, എന്താണ് അയാളുടെ പേര്, തൃശ്ശൂർ MLA ആയിരുന്നു, സ്പീക്കറൊക്കെ ആയിരുന്നു, തറമ്പിൽ രാമകൃഷ്ണൻ. അദ്ദേഹത്തിന് ഇപ്പം പ്രായമായി, എന്നാലും അദ്ദേഹത്തിന് അവിടെ തന്നെ മത്സരിക്കണം. അദ്ദേഹം കൂടിയാണ് പത്മജയെ തോൽപ്പിച്ചത്. സുരേഷ് ഗോപി പത്മജ ജയിച്ചോട്ടം വിചാരിച്ചാണ്, അല്ല സുരേഷ് ഗോപി കഴിഞ്ഞാൽ MLA പപ്പേജ് ജയിച്ചോട്ടം നടന്നതാണ്. കരുണാകരന്റെ കുടുംബമായിട്ടൊരു ആ ഒരു ബന്ധം സുരേഷ് ഗോപി ഒത്തിരി നന്ദിയൊക്കെയുള്ള കൂട്ടത്തില് ദേഷ്യം പിടിക്കുന്നൊക്കെ അല്ലാതെ നല്ല ആവശ്യമാണ്. എന്നിട്ട് പത്മജ അവിടെ ജയിച്ചിട്ടില്ല. ആ തൃശ്ശൂരല്ലേ മുരളി പോകുന്നത്. പിന്നെ മുരളി അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഭീഷണിയാണ്. പിന്നെ തൃശ്ശൂരിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ, തൃശ്ശൂർ കരുണാകരൻ്റെ ഫാമിലി ഒരിക്കലും ക്ലച്ച് പിടിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ്. കെ മുരളീധരൻ, പത്മജ മുകുന്ദപുരം അമേഡിനെക്കാട്ടും സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെയാണ് പത്മജ തോൽക്കുന്നത്. ലോലപ്പം പറഞ്ഞു. ആ അതേപോലെ ലോലപ്പം നമ്മുടെ മണ്ഡലത്തോടെ ക്രിസ്ത്യൻ രാജവംശത്തിൽപ്പെട്ടതാണ്. ഒരു ക്രിസ്ത്യൻ നാടുവായികളാണ് കേരളത്തിൽ. കരുണാകരനും തൃശ്ശൂർ തോറ്റിട്ടുണ്ട്. കരുണാകരൻ തോറ്റി 1000-2000 വോട്ട്. കരുണാകരൻ വന്നതിനെ മുന്നിന്നും പിന്നിന്നും കുത്തി. ജൂലിയസ് സീസണെ പിന്നും മാത്രമേ കുത്തിയുള്ളൂ, മുന്നിന്നും പിന്നിന്നും കുത്തിന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് തൃശ്ശൂരിന്റെ ഒരു ബേസിക് നാച്ചർ, തൃശ്ശൂർ ബേസിക്കലി കച്ചവടക്കാരാണ്. നിങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കച്ചവടക്കാർ യൂസഫ് അലി സാബ്, ജോയി അലുക്കാസ്, മെഡിമിക്സ് അനൂപ്, പിന്നെ ചന്ദ്രിക സോപ്പ്, ഇങ്ങനെ ഈ സകല സാധനവും എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്ന്. നിങ്ങൾ നോക്കിയാൽ മതി, പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകൾ മൊത്തം തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡുണ്ട്. പിന്നെ തൃശ്ശൂരുകാരനുള്ള ഈ പറയുന്ന തൃശ്ശൂരുകാരൻ എന്തോ സംഭവം എന്നുള്ള തോന്നലുള്ള ആളുകളാണ് തൃശ്ശൂരുകാർ. അവരെ പൂരം, അവരെ നാലമ്പലം, അങ്ങനെ വിചാരമുള്ള ആളുകളാണ്. അപ്പം ഇതൊക്കെ കണക്കിലെടുത്ത് അവിടെ പോകാം. സുരേഷ് ഗോപി എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഫിറ്റായി എന്ന് വെച്ചാൽ ഈ ബിസിനസ് ക്ലാസ്സിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് സുരേഷ് ഗോപിക്ക് പറ്റുമെന്നുള്ളതാണ്. അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. സുരേഷ് ഗോപിയും സ്വയം എന്തൊരു വലിയ സംഭവം വിചാരിക്കുന്ന ഒരാളാണ് തൃശ്ശൂരുകാരെ പോലെ തന്നെ. അപ്പോൾ ആ സൈക്കോ അങ്ങ് ഒട്ടുപോകും. ഇപ്പോൾ സുനിലും സുരേഷ് ഗോപിയും നമ്മൾ വ്യത്യാസം, സുനിൽ മസിൽ പിടിച്ചാലും CPIയുടെ വീക്ക്നെസ് സുനിലിന് അറിയാം. സുരേഷ് ഗോപിക്ക് അങ്ങനെ ഇല്ല. സുരേഷ് ഗോപി BJPനെക്കാളും വലിയ സംഭവമാണ് സുരേഷ് ഗോപി. അപ്പോൾ തൃശ്ശൂരിന് ഏറ്റവും പറ്റിയ ആൾ സുരേഷ് ഗോപി തന്നെയാണ്. അതുകൊണ്ടാണ് മുപ്പത് ജയിച്ചത്. അല്ല, അപ്പൊ കൊടുവള്ളിയിൽ സാധ്യതയുണ്ടോ മുരളീധരൻ? കൊടുവള്ളി നിന്നാലും ചിലപ്പോൾ ഒരു കാല് വരുന്നു. ഈ മുസ്ലിം വോട്ടുകൾ നിന്ന് പണ്ടൊക്കെ പാലക്കാട് കുടുംബം പറയുന്നത് വോട്ട് വീണത്. ഇപ്പം ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾ മുസ്ലിം വോട്ടുകൾ തീരുമാനിക്കുന്നത് ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള ചില ലോബികളാണ്. അവർക്ക് എന്തൊക്കെയോ താല്പര്യങ്ങൾ കേരളത്തിൽ അതുമായിട്ട് ഒത്തുപോകുന്ന ആളുകളെ അവർ ജയിപ്പിക്കുന്നു. നിങ്ങൾ യൂസഫ് അലി സാറോ ഒന്നും വിചാരിക്കില്ല, അവരൊന്നല്ല. വേറെ നിങ്ങൾ മുഖമില്ലാത്ത കുറേ ഗൾഫ് ബേസ്ഡായിട്ട് അവിടുത്തെ സ്റ്റേറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം ഗൾഫ മുഹമ്മദ് അലിയോ ഞാൻ പറയുമ്പോൾ അങ്ങനെ വിചാരിക്കും. ഗൾഫ മുഹമ്മദ് അലി, യൂസഫ് അലി സാർ അതൊന്നുമല്ല. അവരൊക്കെ മാന്യമായിട്ട് അവരെ ബിസിനസ് ചെയ്ത് നടക്കുന്ന ആളുകളാണ്. അതല്ലാത്ത കുറേ ആളുകളുണ്ട്. അവരാണ് കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ സ്വഭാവം ഇപ്പം നിർണ്ണയിക്കുന്നത്. ഈ വെസ്റ്റേഷ്യയിൽ അവരുടെക്കുള്ള രാഷ്ട്രീയ സ്വാധീനവും അതേപോലെ തന്നെ അവരുടെ മണി പവറും വെച്ചു. അല്ലേ, ഇവിടെ പല ആളുകളും കുറ്റം പറയും നമ്മളെ ഈ പറയുന്ന വലിയ വ്യവസായം. അവരൊന്നല്ല, അവരൊക്കെ മാന്യമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. വേറെ അവർക്കൊരു ഈ പറഞ്ഞ ആളുകളൊക്കെ എക്കണോമിക് ക്ലാസ്സിലൊക്കെ സഞ്ചരിക്കുക, ബിസിനസ് ക്ലാസ്സിലോ സ്വന്തം വിമാനത്തിലോ ഒന്നുമല്ല. പക്ഷെ ദേ ആർ വെരി ഇൻഫ്ലുവൻഷ്യൽ എമംഗ് ദ കേരള മുസ്ലിംസ്. അപ്പോൾ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് പോകും മുരളീധരൻ അല്ലേ? സാധ്യതയുണ്ട്. പക്ഷെ മുരളീനെ അപ്പോൾ അത് ഏൽക്കില്ല. മുരളിക്ക് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതൊക്കെ മുരളി അനുഭവിച്ചാണ്. കാരണം മുരളീൻ്റെ പെട്ടിയെടുത്ത് നടന്നവന്മാരുടെ പിന്നാലെ ഒരു 100 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി ഇറന്ന് നടക്കേണ്ട അവസ്ഥ മുരളിക്ക് വന്നിട്ടുണ്ട്. പ്രകോപിച്ച് അതിന് അങ്ങേയറ്റത്തെത്തിയ സോണിയാഗാന്ധിയുടെ അജണ്ട കൂടിയായിരുന്നു. ലീഡറെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതാക്കാൻ. ഞാനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. രാജീവ് ഗാന്ധിയുടെ സമയത്ത് തുടങ്ങിയതാണ്. അപ്പോൾ പ്രയോഗിച്ച് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി പുറത്താക്കി മാറ്റി. ഇപ്പോൾ തന്നെ CPIയും BS കൂടി പണിയും കൊടുത്തു. BS പിന്നെ ഒരു താത്വികതല്ല, CPI അതല്ല, കൊള്ളാവുന്നാലും LDF ഇരുന്ന് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആ വീഴ്ച മുരളിയെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. പിന്നെ മുരളി കർണാടക വലിയ സെക്യുലർ സ്ഥാനിച്ച് കൂടെ നിർത്തിയ ആളുകൾ നല്ല 8ന്റെ പണി കർണാടക കൊടുത്തു. ഞാൻ വലിയ വിശദീകരിക്കുന്നില്ല.
അതെല്ലാം മുരളിക്ക് അറിയാം, മുരളീനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതപ്പം ഇവര് സീറ്റ് കൊടുത്തില്ല മുരളീനെ അത് ബാധിക്കുന്ന കാര്യം. സീറ്റ് കൊടുത്താൽ ഇവർക്ക് കൊള്ളാം. നമ്മൾ ഇങ്ങോട്ടുള്ള കോൺഗ്രസ് അണികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ആവേശമാണ്, എല്ലാ കാലത്തും ആവേശം. അതാണ് കാര്യം. ഇപ്പം വി ഡി സതീശൻ ഇടക്കാലത്ത് ആവേശമായി, ശശി തരൂർ ഇടക്കാലത്ത് ആവേശമായി, അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ആവേശം. ആന്റണി ആവേശമായിരുന്നു, പക്ഷെ കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയെ കൊണ്ട് കേൾക്കാനെ കൊണ്ട് കാര്യമുണ്ടായിരുന്നു. അങ്ങനെ കാര്യമുള്ള ഒരാളാണ് ഇങ്ങനെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.